പോലീസ് അവര് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യൂ 10 o'clock ആയി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തതാ, ഇങ്ങനെ നിർത്താൻ പറഞ്ഞു എന്ന് കാണിച്ചു കൊടുത്തതാ. അതങ്ങനെ അതുകൊണ്ട് അവര് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുപോയി. നമുക്ക് പറ്റാത്ത നമ്മുടെ മക്കളിലൂടെ എന്ന് പറയുമല്ലോ, അതേമാതിരി അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയാ, ഏറ്റവും കൂടുതൽ ഇവരുടെ ഒക്കെ ഒരു പ്രയർ ഉള്ളതെന്നല്ലേ, ബാലഭാസ്കർ മൂപ്പര് മരിച്ച ശേഷം അപ്പൊ ഇവൾക്കത് കേൾപ്പിച്ച് പിന്നെ മൂപ്പരിന് ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ സ്ഥിരം കേട്ട അന്ന് ശരിക്കും മരിച്ച ആ ടൈമിലാണ് എന്നോട് ഫസ്റ്റ് പറയണത് എനിക്ക് പഠിക്കണം, പോണം. ചേട്ടനും ഭയങ്കര പ്രൗഡായിരിക്കുമല്ലോ. നീ ഫുള്ള് പട്ടിഷാണ്. ഇന്റർവ്യൂവിന്റെ ഈ പാർട്ട് ചേട്ടൻ അയച്ചു ജയറാം സാറൊക്കെ അതെന്നെ പറഞ്ഞ മോളെ നന്നായിട്ട് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എല്ലാവരുടെ നീ ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അതേമാതിരി തന്നെ പോവാ. അതായത് നാളെ ഒരു അഹങ്കാരമായിട്ടൊന്നും ഞാൻ എന്നൊരു ഭാവം ഉണ്ടെന്നുള്ളത് ഒരിക്കലും ആവരുത്. അതന്നെയാ നമുക്ക് അതെല്ലാവർക്കും അത് തന്നെയാ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാല് ഓവർലോഡായിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട്. എടുത്തില്ലെങ്കിൽ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പറയില്ല ജാട കാണിച്ചു തുടങ്ങി. രണ്ടും വല്ലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പറഞ്ഞത്. നമുക്ക് ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോ ഏട്ടന്റെ ഫ്രണ്ട്സ് പറയും നിനക്ക് നല്ല തേങ്ങ പറിക്കാൻ പോയിക്കോട്ടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ മനോഹരമായിട്ട് വയലിൻ വായിച്ച് എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു മുഖം ഇൻസ്റ്റഗ്രാമിലും അല്ലെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ വൈറലായിട്ട് ആ ഒരു കോണ്ടൻറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു 6th സ്റ്റാൻഡേർഡിലാണ് ഗംഗക്കുട്ടി പഠിക്കുന്നത്. 6th നിന്ന് ലാസ്റ്റ് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഗംഗക്കുട്ടിയുടെ വീട്ടിലാണ്. സോ ഹാപ്പിലി ഞാൻ വെൽക്കം ചെയ്യുകയാണ് ദി ബ്യൂട്ടിഫുൾ ഗംഗക്കുട്ടി. ഹലോ. ഹായ്. എന്തുണ്ട് വിശേഷം പറയൂ. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ വെൽക്കം ട്രീറ്റ് പോലെ ആദ്യം തന്നെ വലിയൊരു ബ്യൂട്ടിഫുൾ സോങ് വായിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാം സന്തോഷമായിട്ട് പോകുന്നു? ഇപ്പോഴത്തെ റെസ്പോൺസും ആൾക്കാരെ ഇപ്പം ഒരുപാട് കോൾസ് ആയിരിക്കും പേരൻസിന് വരുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ. എന്ത് തോന്നുന്നു പറയും? നല്ല സന്തോഷം തോന്നുന്നു. മൊത്തത്തിൽ ആ ഒരു ഒരു വീഡിയോ കുറേ ആൾക്കാർ ഷെയർ ചെയ്തുമൊക്കെ എന്നിട്ട് മോളെ വിളിച്ചിട്ട് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു? ഫ്രണ്ട്സും എല്ലാവരും ഫാമിലിയും എല്ലാവരും നല്ല രസമുണ്ട് കേൾക്കാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് തോന്നി? നല്ല ഈ സന്തോഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അല്ലേ? ശരിക്കും ഈ വയലിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ഏജിലായിരുന്നു മോള് ശരിക്കും? 4.5 years. എൻ്റെ എപ്പോഴായിരുന്നു ഏകദേശം ഇങ്ങനെ ഒരു അത് ഏകദേശം പഠിച്ചെടുത്തത്? എത്ര ടൈം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തു? ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആയപ്പോഴേക്കും. കുറേ ആൾക്കാരുടെ മുന്നിലൊക്കെ വായിച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേജിൽ തന്നെ ഒരുപാട് സ്റ്റേജുകൾ വായിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള സ്റ്റേജ് ഏതായിരിക്കും? എല്ലാം ഇഷ്ടമാണ്. ആണ്. ഈ ലാസ്റ്റത്തെ ഓർത്തോ ഇത്രയും വൈറലാവുമെന്ന്? ലാസ്റ്റ് ആണല്ലേ? അതെങ്ങനെയാ? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പറയാമോ? നമ്മളെല്ലാവരും കണ്ട ഒരു അത് പോലീസ് അവര് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യൂ 10 o'clock ആയി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തതാ, ഇങ്ങനെ നിർത്താൻ പറഞ്ഞു എന്ന് കാണിച്ചു കൊടുത്തതാ. അതങ്ങനെ അതുകൊണ്ട് അവര് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുപോയി. ഓ, അതുകൊണ്ട് അത് വൈറലായി അല്ലേ? കൊള്ളാം. ഈ ആദ്യ ടൈമിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വയലിൻ പഠിക്കുന്ന സമയത്ത്
അപ്പം നമ്മൾക്ക് കുഞ്ഞായിരുന്ന ടൈമിൽ വയലിനൊക്കെ ഇടുന്ന സമയത്ത് കൈ മുറിഞ്ഞ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കാരണം അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ട് ചിലപ്പം അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു വേണം ചോദിക്കാം. എങ്ങനെയായിരുന്നു അതെപ്പോഴായിരുന്നു? അത് ഞാന് എൻ്റെ ഇപ്പത്തെ ഗുരു ആ സാറിന്റെ അടുത്ത് ഫസ്റ്റ് പോയപ്പോഴാണ് കൈ പൊട്ടാൻ തുടങ്ങിയത്. അപ്പോ കൊറേ പേരുണ്ടായിരുന്നു, ഇപ്പൊ മാറി, വായിച്ച് മാറി. എനിക്കൊന്ന് ആലപ്പിയാണോ എവിടെയോ ചെയ്തപ്പോൾ എന്തോ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംതിങ് ഉണ്ടായിരുന്നു, ചെറിയ എന്തോ ഷോക്ക് പോലെ അടിച്ചതോ എന്തോ അത് അല്ലേ? ശരിയല്ലേ? അതെന്തോ അവരുടെ എന്തോ എർത്തിങ് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ സ്ട്രിങ്ങില് തൊടുമ്പോ ഷോക്ക് അടിക്കുന്ന മാതിരി വൈബ്രേറ്റ് ചെയ്യാ. അപ്പൊ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറി. അത് ഇതുപോലെ ഒരു വലിയ ഷോയ്ക്ക് പോയി അതിന്റെ സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു, അതിന്റെ എല്ലാം സെറ്റ് ചെയ്ത് അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇത് സംഭവിച്ചത്. അതൊന്നും പേടിച്ചല്ലേ? ചെറുതായിട്ട്. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി, വീണ്ടും അടിപൊളിയാക്കി. അപ്പൊ ഗംഗമോളെ, നമുക്ക് ഇവിടെ കുറേ മൊമെന്റോസ് ഒക്കെ കാണാം. അപ്പൊ ഈ കൂട്ടത്തിൽ ഇനിയിപ്പോ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇനി അപ്പുറത്തെ റൂമിലാണോ വെക്കുന്നത്? അല്ല, ഈ ഒരു ഭാഗത്തായിട്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ കുറേ കാണാം. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഇതിലേതാ കിട്ടിയതിൽ? എല്ലാം അതെ, ഷോർ, എന്തും അതെ, പക്ഷെ എന്നാലും MS സുബ്ബലക്ഷ്മി അവാർഡ് അത് എടുത്തോളൂ. ഇതല്ലേ? യെസ്. ഓ, ഓക്കെ. ഇത് ഏറ്റവും വലിയൊരു പ്രഷ്യസ് മുംബൈ പോയപ്പോ എന്നായിരുന്നു? സെപ്റ്റംബർ 24. ഓക്കെ, 24. ഓക്കെ. പിന്നെ കിട്ടിയത് മറ്റേ ആ മോളിലത്തെ ഒരു കൈ മാതിരി ഇല്ലേ അവിടെ, ശതനാരായണത്തിന്റെ അവാർഡ് കിട്ടിയതാണ്. പിന്നെ ഇതെന്റെ ഗുരു കുട്ടിയുടെ ഗുരുവാണ്. ഗുരുവിന്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് വേൾഡ് റെക്കോർഡ് യൂണിയൻ കിട്ടി. ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചു. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടിയ മൊമെന്റോസും കാര്യങ്ങളാണോ? പിന്നെ ഈ ഒരു ഭാഗം സ്കൂളിൽ നിന്ന് കിട്ടിയതാ, ഈ ഒരു പോർഷൻ. ഇനി വരുന്നതൊക്കെ നമുക്ക് ഇനി എവിടെ വെക്കാൻ പറ്റുക? എന്താ റെഡ് കാർപ്പറ്റ്? അമൃത ടിവി കിട്ടി. അമൃത ടിവി ഫസ്റ്റ് ടൈം അവിടെ എന്റെ വയലിൻ പാർട്ട്ണർ ഉണ്ടായിരുന്നു, പാറു ചേച്ചിയുടെ കൂടെ വായിച്ചിട്ട് കിട്ടിയത്. അമൃതയുടെ റെഡ് കാർപ്പറ്റിന്റെ അല്ലേ? എല്ലാം വെറൈറ്റി ഗിഫ്റ്റുകളാണ്. മോള് ചെയ്തതിൽ വെച്ച് മോൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ കൂടെ ഇരിക്കുക, അങ്ങനെ നമ്മൾ കൊതിക്കുമല്ലോ പണ്ടൊക്കെ ആണെങ്കിലും, അല്ല അങ്ങനെ ഡ്രീമുള്ള ഒരാളുടെ പേര് പറയണം. ഒന്ന് ഇനി ഇരുന്നിട്ടില്ല ഇതുവരെ, ഇരുന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറബിൾ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ കണ്ടതില് ഞാൻ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. മാധവൻ സാർ, ഫിലിം ആക്ടർ, ആ സാറ് മെസ്സേജ് അയച്ചു. ഭയങ്കര സന്തോഷായി. എന്തായിരുന്നു? നന്നായി വായിക്കുന്നുണ്ട്, കീപ് ഇറ്റ് അപ്പ് എന്ന് കുറെയൊക്കെ പറഞ്ഞു മെസ്സേജിലൂടെ. ശരി. പിന്നെ എനിക്ക് കാണാൻ തോന്നുന്നത് വയലിന്റെ ഭയങ്കര വലിയ ആള് ഗണേഷ് കുമരേഷ് സാറുണ്ട്, വയലിന്റെ വലിയ വയലിനിസ്റ്റ്. അപ്പൊ കാണണമെന്നുണ്ട്. മെസ്സേജ് അയച്ചു, വീഡിയോ കോള് വിളിച്ചു. പിന്നെ എന്തോ വേണം? ഇനിയിപ്പോ കാണാലോ അല്ലേ? ഓക്കെ. ഇപ്പൊ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മറക്കാനാവാത്തൊരു ഒരു പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി? എന്റെ സാറ്, എന്റെ ഗുരു. ഓക്കെ. മൊത്തത്തിൽ എങ്ങനെയാ, നന്നായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ അതോ വയലിൻ തന്നെയാണോ ഏറ്റവും കൂടുതൽ? ചെറിയ മടിയുണ്ടോ? അമ്മ പറയാറുണ്ടോ? രണ്ടും ഉണ്ട്, പക്ഷെ രണ്ടിലും ചെറുതായിട്ട് മടിയുണ്ട്. വയലിൻ ക്ലാസ്സിനും മടിയുണ്ട്? ക്ലാസ്സിന് മടിയില്ല, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യത്തില്ലേ അതിന് മാത്രം. സ്കൂളിൽ പോവാൻ ഇഷ്ടാ, പക്ഷെ പഠിക്കാൻ മടിയാ. നന്നായി. സ്കൂളിൽ പോകാൻ ഇഷ്ടാ, പക്ഷെ പഠിക്കാൻ മടിയാന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ വിളിച്ചിരുത്തി ഗംഗേ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ടാണോ? കൊറേ പ്രാവശ്യം വിളിക്കും. പിന്നെ അമ്മക്ക് ദേഷ്യം വരുന്ന മനസ്സിലാവുമ്പോ ഞാൻ തന്നെ പോകും. അമ്മ പിന്നെ കൊറേ ഒന്ന് ചൂടായി കഴിഞ്ഞാ പിന്നെ പ്രശ്നമല്ലേ? അച്ഛൻ എങ്ങനെ? അച്ഛൻ പാവാ, ഒന്നും പറയില്ല. അച്ഛൻ പാവാണല്ലേ? ഞാൻ ചെയ്തു. അച്ഛനോടെ ബാക്കിലുണ്ട് അച്ഛൻ പാവ. എന്നാ നമുക്ക് അവരെ കൂടെ ഒന്ന് വിളിച്ചാലോ? അവരെ വരൂ. അപ്പൊ ഗംഗക്കുട്ടിയുടെ അമ്മ, അച്ഛൻ, അമ്മ വാ.
യെസ്, അപ്പോൾ നമ്മുടെ ഗംഗക്കുട്ടിയുടെ അമ്മയാണ്. ഹലോ ചേച്ചി, ചേച്ചി പേരെങ്ങനെയാണ്? കൃഷ്ണവേണി ആണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് പോലെ തന്നെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ മോളെ വയലിൻ പഠിപ്പിക്കാൻ. അത് തന്നെയായിരുന്നു, അത് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് വയലിൻ. പക്ഷെ ഭയങ്കര ടഫാണ് പഠിക്കാൻ. ഞാൻ പാട്ട് കുറച്ച് കാലം വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ വയലിൻ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി തുടങ്ങി, പിന്നെ നിർത്തി. പിന്നെ ഇവളുടെ കാര്യം ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇവൾക്ക് ഇങ്ങനെ കുറെ കേൾപ്പിക്കുമായിരുന്നു ഞാൻ പണ്ടൊക്കെ. എപ്പോഴും സ്ഥിരം ഇങ്ങനെ വീട്ടിലിങ്ങനെ. പിന്നെ വീട്ടിലല്ല എന്റെ ഏട്ടന് എല്ലാവർക്കും, അച്ഛനൊക്കെ നന്നായിട്ട് പാടും, ഏട്ടനും അത്യാവശ്യം മ്യൂസിക് ആയിട്ട് എല്ലാവർക്കും കുറച്ച് ഇതുണ്ട്. അപ്പൊ അത് തന്നെ എനിക്കും ഉണ്ടാവൂല തന്നെ കേട്ട് മ്യൂസിക്കൽ ഫാമിലി അങ്ങനെ. അത് ഭയങ്കരമായിട്ടില്ല, എന്നാൽ അച്ഛനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മൃദംഗം കൂട്ടും, മൃദംഗം ഉണ്ട്, പിന്നെ പാട്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഏട്ടനൊന്നും കുഴപ്പമില്ല, അമ്മ എല്ലാവരും ഉണ്ട്. എന്റെ കസിൻസ്, വല്യമ്മയുടെ മക്കൾ എല്ലാവർക്കും ഓരോ രീതിയിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. മേ ബി ആയിരിക്കാം അതിന്റെ ഒരു ഇത് എന്തായാലും ഉണ്ടാവും. ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു വയലിൻ. വയലിനില്ല, ഞാൻ അങ്ങനെ വയലിനും മറ്റേ ക്ലാസിക്കലാണ് ഇപ്പോഴും കൂടി ഇപ്പോഴും ഞാൻ കേൾപ്പിച്ചിരുന്നത്. പിന്നെ ബാലഭാസ്കർ മൂപ്പര് മരിച്ച ശേഷം അപ്പൊ ഇവൾക്കത് കേൾപ്പിച്ച് പിന്നെ മൂപ്പരിന് ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ സ്ഥിരം കേട്ട അന്ന് ശരിക്കും മരിച്ച ആ ടൈമിലാണ് എന്നോട് ഫസ്റ്റ് പറയണത് എനിക്ക് പഠിക്കണം, പോണം. അതിന് മുന്നേ അവള് വായിച്ചു. എന്റെ ഫ്രണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത്, അവൻ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തില്. പിന്നെ നമ്മള് ക്ലാസ്സിനായിട്ട് പോയിട്ട് തുടങ്ങിയതാണ് ഈ സാറ് മരിച്ച ശേഷമാണ്. ഗുരുവായൂർ രാധിക ടീച്ചർ, കുഴൽമന്ദം രാമകൃഷ്ണൻ സാറിന്റെ സിസ്റ്ററാണ്. ടീച്ചറെ അടുത്ത് പോയി പിന്നെ കുറച്ച് പഠിച്ചു. ഒരു 6-7 മാസമായപ്പോഴാണ് കൊറോണ വന്നിട്ട് സ്റ്റോപ്പായി. പിന്നെയാണ് അനൂപ് സാറിന്റെ അടുത്ത് പോണത്. അനൂപ് സാറിന്റെ അടുത്ത് പോയപ്പോ സാറന്നെയാണ് എങ്ങനെയാക്കിയാണ് വലിയൊരു ഘടകം. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെ കുറേ അധികം വരുന്നു. അപ്പം അറിയാവുന്ന ആൾക്കാർ വിളിക്കുന്നു, ചേട്ടനൊക്കെ വിളിക്കുന്നു. അപ്പൊ അത് ഇപ്പം ആസ് എ മദർ നോക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ അങ്ങനെ. അപ്പം അതിന്റെ ഒരു ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും സന്തോഷം. നമുക്ക് പറ്റാത്ത നമ്മുടെ മക്കളിലൂടെ എന്ന് പറയുമല്ലോ, അതേമാതിരി ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയാ, ഏറ്റവും കൂടുതൽ ഇവരുടെ ഒക്കെ ഒരു പ്രയർ ഉള്ളതെന്നല്ലേ, ആര് വന്നാലും ഇവിടെ തൈ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു അത് കാണുമ്പോഴാണ് നമുക്ക് പല സ്ഥലത്ത് എനിക്ക് കണ്ണാക്കാൻ അറിഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ. ഇപ്പോഴെന്നൊക്കെ നല്ലോണം ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അമ്പലത്തിലേക്ക് ഇപ്പൊ ലാസ്റ്റ് ഞാൻ വൈക്കത്ത് പോയി അമ്പലത്തിൽ പോയപ്പോഴും എനിക്കിങ്ങനെ എന്താ ഇവര് കാണില്ല, ഇവരാരും അറിയില്ല, പക്ഷെ എന്റെ കണ്ണെന്ന് ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം. അവർ അത്രയും ഒരു സ്വന്തം മോളെ പോലെയാണ് അവര് ആ ഒരു ഇതില് കാണുമ്പോഴേ നമുക്ക് അതൊരു എന്തൊക്കെ മ്യൂസിക് ഫീൽഡിൽ നിന്ന് ഉണ്ടായതല്ലേ എന്ന് ആലോചിച്ചിട്ട് ഇത്രയും ആൾക്കാരെ പ്രയർ. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. എനിക്കൊന്നും ആ ഒരു പ്രോഗ്രാമിന് ടൈം വൈകിട്ട് പോലീസ് അവരെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ ടൈമിൽ കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് നല്ലത്. ഇപ്പൊ 10 മണിന്ന് ഒരു ടൈം ചിലയിടത്ത് ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് സാറുമാരും നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ഒരു 10 മണിന്നൊരു ടൈം ഉണ്ടെങ്കിൽ നിർത്തേണ്ടത് നമ്മുടെ ഒരു ഫിക്സ് ആണല്ലോ. അത് 1 മിനിറ്റോ 2 മിനിറ്റോ വൈകി, പക്ഷെ അത് നമുക്കൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്കൊരിക്കലും അത് ശരിയല്ല എന്ന് പറയാനുള്ള യാതൊരു അല്ലേ. പലയിടത്തും ചിലപ്പോൾ 10:30 നിർത്തി വെച്ചിരിക്കണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഒരു റൂള് എന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കണം. പക്ഷെ അവരുടെ ഡ്യൂട്ടി ചെയ്തു. തീർച്ചയായിട്ടും അതിൽ നമുക്ക് അതൊരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സാർ അവരുടെ ഡ്യൂട്ടി ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, മറ്റവരെങ്ങനെ ചെയ്തു അവര് നിർത്തി അതൊന്നും അതിലൊരു ഇതല്ലല്ലോ. പക്ഷെ കമ്മിറ്റിക്കാരെന്ന് വെച്ചാൽ അവർക്കും മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതവർക്കും അതാ എന്താ എനിക്കല്ല അറിയാം, പറയേണ്ടത് എന്താന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടും കൂടെ ആണ് ഇപ്പം ഒരുപാട് പേര് അല്ലേ. ഗംഗുട്ടി അമ്മ നന്നായിട്ട് പാടൂല്ലേ? ഇല്ലേ? അങ്ങനെ നമുക്കൊരു പാട്ട് പഠിപ്പിച്ചല്ലോ. ഏത് പാട്ടാ അമ്മ ഏറ്റവും കൂടുതൽ പാടും? അല്ല ഏറ്റവും അടിപൊളിയായിട്ട് പാടും? നന്നായിട്ട് ഗംഭീരമായിട്ട് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോങ് പാടിയാലോ? പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തിന്നലലിയോടെ വന്നു നിറുകിൽ തലോടി മാഞ്ഞു നിറുകിൽ തലോടി മാഞ്ഞു ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. ഫുൾ ടീം ഒരു കൈയ്യടി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഗംഗക്കുട്ടിയുടെ ഫസ്റ്റ് ഇൻട്രോയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെറിയൊരു വയലിന് ഒന്ന് വായിച്ചു തന്നു. അപ്പോൾ ഒരു സോങ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട.
ശരിക്കും ഈ നല്ല പാട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള വയലിൻ വായിച്ച കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം തീരരുതേ എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഗ്രാംസുകൾ ഒരുപാട് കൂടുതൽ വരുന്നുണ്ടാവുമല്ലോ. എസ്പെഷ്യലി സ്കൂളിൽ പോകുന്നു, എക്സാം വരുന്നു. അപ്പോൾ ഈ ടൈമിൽ കുറച്ച് കൂടുതൽ അധികം വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് എടുക്കാൻ ഉള്ള സാഹചര്യമില്ലായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ റെസ്പോൺസ് അതെങ്ങനെ അത് മാനേജ് അതൊരു ചിലപ്പോ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു ടെൻഷൻ പോലെ തോന്നാറുണ്ട്. ഇപ്പൊ എടുക്കാതിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം പ്രശ്നമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാല് ഓവർലോഡായിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. എടുത്തില്ലെങ്കിൽ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പറയില്ല ജാട കാണിച്ചു തുടങ്ങി. രണ്ടും വല്ലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. നമുക്ക് പിന്നെ വെച്ചാൽ നമ്മളിപ്പോ ഇതൊന്നും ഒന്നും നമ്മള് ഭഗവാൻ തരണല്ലോ, ഗുരുവായൂരപ്പൻ തന്നിട്ടാണ്. പെട്ടെന്ന് ഒരു ഉണ്ടായ ഉയർച്ചയാണ്. ഇവളോട് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാല് നന്നായി പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ എപ്പോ വേണമെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ എപ്പോ വേണമെങ്കിൽ സ്റ്റോപ്പ്. ഒന്നും നമ്മുടെ ഒന്നല്ല ഭഗവാന്റെ. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മൾ ഇതന്നെ നാളെ ചിലപ്പോൾ അത് കിട്ടിയില്ല കഴിഞ്ഞിട്ട് വിഷമം ഉണ്ടാവരുത്. നമുക്കിപ്പോ എന്താ വെച്ചാൽ ഇതിൽ നല്ലൊരു ജ്ഞാനം ഉണ്ടാവുക. ഞാൻ പറയുന്നത് വെച്ചാൽ എന്ത് ചോദിച്ചാലും മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചോദിച്ചാലും തിരിച്ച് നമുക്ക് ആൻസർ ചെയ്ത് കിട്ടണം. രാഗത്തിനെ കുറിച്ച് കുറിച്ചാലും എന്ത് ചോദിച്ചാലും എനിക്ക് പിന്നെ പാട്ട് കേൾക്കണം, ഇന്നലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് എനിക്ക് തിരിച്ചു കിട്ടണം. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ പഠിപ്പിച്ചു തുടങ്ങി തന്നെ. എന്തൊക്കെ അതേമാതിരി അതാണ് മെയിൻ. അത്രേ ഉള്ളൂ. അല്ല നമുക്കിപ്പോ നാളെ ഇത് തന്നെ വേണം അങ്ങനെ അതെന്താ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിട്ട് അങ്ങനത്തെ എന്തായാലും അങ്ങനെ ആവരുത് എന്നുള്ളതാണ് ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അഹങ്കാരം ഉണ്ടാവാതിരിക്കുക, ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് പോവുക, അതാണ്. അല്ല അറിയില്ലല്ലോ ഇപ്പൊ നമ്മുടെ മക്കളായിട്ട് ആവില്ല എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. റെസ്പെക്ട് ചെയ്യുക, എല്ലാവർക്കും അത് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയാൻ കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നൊക്കെ അവര് തന്നെ മനസ്സിലാക്കട്ടെ. ഇപ്പം ചില കമ്പനിയിലൊക്കെ നമുക്ക് കാണാം, ഇപ്പം ടെസ്റ്റിങ്ങിലൊക്കെ തന്നെയാണ് ഇപ്പം മുതിർന്ന ആരെങ്കിലും കൂടെ വേണം ടെസ്റ്റിങ്ങിൽ ഇരിക്കാനും കാര്യങ്ങളും ഒക്കെ. മോള് ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം വരെ സാറ് കൂടെ ഉണ്ടായിരുന്നു, വായിക്കും ഒരുമിച്ചായിരുന്നു സാറും CS അനൂപ് സാറും കൂടെ. അപ്പൊ സാറ് മാനേജ് ചെയ്തിട്ട് ആണ് എല്ലാം പഠിച്ചത്. ശരിക്കും സാറ് നമുക്കിപ്പൊ കാണുമ്പോ അറിയാം സാറ് എങ്ങനെ വായിക്കണോ അതേപോലെ തന്നെയാണ് അവള് സ്റ്റേജിൽ വായിക്കണം. സാറിന്റെ അതേ ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ആ ഒരു കൊല്ലത്തോണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇവള് സാറ് പ്രിപ്പയർ ചെയ്ത് പഠിപ്പിച്ചു. അപ്പൊ അവളെ കൂടി ഇപ്പൊ നൊട്ടേഷൻ എഴുതാനൊക്കെ ഒരു പാട്ട് ഇട്ടപ്പോ തന്നെ അവള് ചെയ്യുന്ന പറയുന്നത് സത്യമാണ്. അപ്പൊ എനിക്ക് തന്നെ നൊട്ടേഷൻ പറഞ്ഞു കൊടുക്കാനല്ലേ, പാട്ട് പാടി കൊടുക്കും. അപ്പൊ അവളെ എന്നെ നൊട്ടേറ്റ് ചെയ്യുന്നത് അത് സാറ് പഠിപ്പിച്ചതാണ്. സാറ് പഠിപ്പിച്ചാൽ മീൻസ് ഓൾറെഡി നമുക്കത് വേണം, അത് ഒരു സെൻസ് വേണം. പക്ഷെ അത് നോട്ട് എഴുതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ് ചെയ്യിപ്പിച്ച് സാർ തന്നെയാണ്. ബേസിക് ഗ്രാഹ്യം വേണം, കുറച്ച് വേണം, അത് വേണം. അതൊക്കെ ഭഗവാൻ ഒരു തരില്ല, നമ്മൾ പറയില്ല ഒരു അത് കിട്ടി, അത് ഓൾറെഡി ഉണ്ടായിരിക്കും കുറച്ച്, അതുകൊണ്ടാണ് എഴുതാനുള്ള ഒരു ഇത് തന്നെ. പക്ഷെ ആ എഴുതാനൊരു ഇത് വേണ്ടേ, നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കണ രീതി ഉണ്ടല്ലോ. സാർ നന്നായിട്ട് ഗുരു സാറ് സാർ ഇപ്പൊ നല്ല പ്രൗഡായി കാണുമല്ലോ അല്ലെ, നേരത്തെ ചോദിച്ച പോലെ. കാരണം എല്ലായിടത്തും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും എല്ലായിടത്തു നിന്നും ഈ ഒരു ഹാപ്പിനെസ് മോൾക്ക് വരുന്നു അല്ലേ, ഒരു എത്രയോ ഭയങ്കര സന്തോഷമല്ലേ. അതിൽ ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഇന്ന ഡിഫറൻസ് ഇല്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടിയ ഒരു കോൾ അല്ലെങ്കിൽ ഒരാൾ വന്ന് പറയുക, അത് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ? ഇവള് പറഞ്ഞ മാതിരി ഏറ്റവും അപ്രീസിയേഷൻ വേണ്ടത് ഇവരുടെ പഠിപ്പിച്ച ഗുരുക്കന്മാരെന്നെ വിളിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവര് ഇപ്പൊ 3 ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിച്ചു. ഇപ്പോഴും വേറെ സാറിന് ഇപ്പൊ നമുക്ക് ഒരാളുടെ ഓരോ രീതി ആളുടെ അങ്ങനെയാണ് പറയുക. ഇപ്പൊ 3-4 ടീച്ചേഴ്സായി. അപ്പൊ ഇവരുടെ ഒക്കെ ഒരു വിളിച്ച് അത് പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അവളെ വെച്ചിട്ട് ഏറ്റവും വലിയ തന്നെയാണ് വേണ്ടത് പഠിപ്പ ടീച്ചേഴ്സിന്റെ ഒരു ഗുരുത്വം. പിന്നെ വിളി വെച്ചിട്ട് ജയറാം സാർ വിളിച്ചിട്ടുണ്ട്. ജയറാം സാറ് പ്രാവശ്യം വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മാധവൻ സാർ പിന്നെ മെസ്സേജ് അയച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. സാറ് കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടു. സാറ് പറഞ്ഞ മാതിരി സാറിന് മുന്നിൽ നിന്ന് വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് കർണാടക മുഖ്യമന്ത്രി സാറിന്റെ അവരുടെ മുന്നിൽ നിന്നൊക്കെ ഒരുപാട് ജയൻസിന്റെ മുന്നിൽ നിന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് ഗണേഷ് ഭുവനേഷ് സാറുണ്ട്. അവളെ ഭയങ്കര ഇഷ്ടം അവൾക്ക്. സാറിനായിട്ട് സംസാരിച്ച് പിന്നെ അവിടെ ഭയങ്കര ഹാപ്പിനെസ്, അതൊരു ഭയങ്കര സന്തോഷമുള്ള ഇഷ്ടമുള്ള. ജയറാം സാറൊക്കെ അതെന്നെ പറയുന്നത്, മോളെ നന്നായിട്ട് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എല്ലാവരുടെ നീ ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അതേമാതിരി തന്നെ പോവുക. അതായത് നാളെ ഒരു അഹങ്കാരമായിട്ടോ ഒന്നും ഞാൻ എന്തൊരു ഭാവം ഉണ്ടെന്നുള്ളത് ഒരിക്കലും
ആവരുത്. അത് തന്നെയാ നമുക്ക്, അതെല്ലാവർക്കും അത് തന്നെയാ പറയാനുള്ളൂ. എപ്പോഴും അങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ പോകണം. ഇപ്പോഴത്തെ എന്താണോ അതിന്റെ അതിൽ തന്നെ വലുതായാലും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ. അതാണ് മെയിൻ കാര്യം. അച്ഛൻ എന്ത് പറയുന്നു? അച്ഛൻ്റെ സന്തോഷം അല്ലെ? അച്ഛൻ്റെ കൂട്ടുകാരുണ്ടാവും അല്ലെ? അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയാണ്? അച്ഛനല്ലേ നമ്മളെ അങ്ങനെ താങ്ങിക്കൊണ്ട്. അതെ, എല്ലാത്തിൻ്റെ ഒരു സപ്പോർട്ട് അല്ലേ? പിന്നെ ഈ ഒരു ബിസിനസ്സാണ് ദുബായില്. അപ്പൊ തൽക്കാലം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അതിന് വേണ്ടി വന്ന് നിൽക്കണത് അവിടെ. മോക്കൊരു അതായത് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഏതെങ്കിലും ഇപ്പോൾ ഒരു ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ മോൾക്ക്? ഓൾമോസ്റ്റ് എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നി അങ്ങനെ ഒരു തിങ്ക് തോന്നല. വേറെ അബ്രോഡ് പോയി വായിക്കണം ഭയങ്കര ആഗ്രഹം ആണല്ലേ? പോകുന്നുണ്ട്. അയ്യോ, പുറത്തേക്ക് പോണ്ടേ. ശരി ശരി ശരി. അത് എന്തൊക്കെയോ മനസ്സിലെന്താ വെച്ചാൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെ ചെയ്യണം അങ്ങനെ എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞില്ല. ഫസ്റ്റ് ടൈം ആണോ പോകാൻ പോകുന്നത്? ഇപ്പൊ ചെറുപ്പത്തില് അത് പോയിട്ടല്ല, വയലിനായിട്ടില്ല, അല്ലാതെ മൂപ്പരുടെ അടുത്ത് അല്ല പരിപാടിക്കായിട്ട് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. ഈ അടുത്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 13-ാം തീയതി ഉണ്ട്. അതായത് വിഷുവിന്റെ തലേ ദിവസം വിഷുവിന്റെ പ്രോഗ്രാം ആയിട്ടാണ്. ഏപ്രിൽ 14 അല്ല 13th പ്രോഗ്രാം. അതെ അതെ അതെ. പിന്നെ അത് ദുബായിലുണ്ട്, കെനിയ പോകുന്നുണ്ട്. അപ്പൊ സ്കൂളിലെ ഫ്രണ്ട്സ് ചോദിക്കല്ലോ, കെനിയെ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്ത് കൊണ്ടുവരും? മറ്റേ UAE പോയി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ? സ്കൂളിൽ നിന്ന് ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ട് അല്ല? സാധനങ്ങളുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ലിസ്റ്റ് ഇല്ല, എന്തേലും കൊണ്ടുവന്നാ മതി. ചോക്ലേറ്റ് ആണ് ഏറ്റവും ഫേവറേറ്റ്. സ്കൂളിൽ ചോക്ലേറ്റ് കൊണ്ടു അല്ല അല്ല അതിപ്പോ എന്തിനു വേണ്ടി പോകാം, അല്ലെങ്കിലും കൊണ്ടുപോകണേ വെച്ചാൽ മൂപ്പര് വന്നെങ്കിൽ ഇവിടെ നിന്നുള്ള തോക്ക അങ്ങടെ തന്നെ. ഓ അത് ശരിയാണല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഉൾപ്പെടെ ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും ഫ്രണ്ട്സ് ആണ് മെയിൻ. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട്. സ്കൂളിൽ ഇടയ്ക്ക് നോട്ട്സ് എഴുതി കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് വല്ലതും വളരെ അത്രയും ടയർഡായ മാത്രമല്ല ഞാൻ ചെയ്ത് കൊടുക്കില്ല, അന്നില്ല എപ്പോഴെങ്കിലും ഫീവറൊക്കെ വന്നാലേ അങ്ങനെ പനിയൊക്കെ വരുമ്പോ എല്ലാം ചെയ്ത് കൊടുക്കാം. അത്രയ്ക്ക് അമ്മ ഇത് തരില്ലേ? അങ്ങനെ അമ്മ ഭയങ്കര ടയേർഡായിരിക്കും, ഞാൻ എക്സോസ്റ്റഡ് ആവുമ്പോ വേണം അല്ല അങ്ങനെ അല്ലെങ്കിൽ നല്ല സുഖം അറിയാം. അങ്ങനെ എല്ലാം തന്നെ ചെയ്യടാ. എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനെ അതിന് വേറെ കംപ്ലൈന്റ് കേൾക്കുക, ഇതെന്തൊരു അമ്മയാണ്, സ്പൂൺ ഫീഡിങ് ആണ് അത് ഇതാണ്. അല്ല ചെയ്യാത്തതിനും പറയും നിങ്ങളൊരു അമ്മയാണോ? അത് അങ്ങനെ ശരിക്ക് എന്റെ ഒരു നമ്മുടെ ഒരു ക്യാരക്ടറിലെ അച്ഛനാ അവൾക്ക് എല്ലാം കിട്ടി. ഞാൻ അങ്ങനെ കിടിക്കോ അങ്ങനൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, അവളെ എന്നെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണേ. ആകെ കൂടി എന്നെ മാത്രമേ പേടിയുള്ളൂ. അമ്മ ഞാനൊക്കെ ഉറങ്ങിയാണെങ്കിൽ ഒരു മുമ്പൊക്കെ 5:30 വിളിക്കും. വയ്യാന്ന് പറയുമ്പോ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോ എനിക്ക് മനസ്സിലാവും അമ്മക്ക് ദേഷ്യം വന്നു. ടോൺ മാറും. ഇവിടെ എന്തൊക്കെ വിളിക്കുകയാണെങ്കിൽ ഒരു മോളെ കെങ്ങിയ ചക്കര പൊന്നെ പഞ്ചാര ഞാനൊന്ന് 2 പ്രാവശ്യം വിളിക്കും. 3-ാമത്തെ പ്രാവശ്യം വിളിക്കില്ലാത്ത വാത്സല്യതയൊക്കെ പോകുന്നു. അപ്പൊ പിന്നെ എണീക്കലും ഈ ബാറ്റിലും കഴിഞ്ഞ് പ്രാക്ടീസ് അല്ല ഇവിടെ ഒന്നിനും നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞാ പിന്നെ പോയി പിന്നെ വേഷം കെട്ട് തുടങ്ങും. ഓക്കെ. അതുപോലെ തന്നെ ഇതല്ലാതെ ഈ ടോയ്സ് ഒക്കെ ആരാ ഏറ്റവും കൂടുതൽ മേടിച്ചിരുന്നത്? അല്ലെ എന്തെങ്കിലും മൈൻഡിൽ ഫിക്സ് ചെയ്ത് കാണുമല്ലോ? ടോയ്സ് ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അല്ലെ ചോക്ലേറ്റ് അമ്മയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അമ്മയ്ക്കും ചോക്ലേറ്റ് ഇഷ്ടം. അമ്മയ്ക്ക് എനിക്കും ഐസ്ക്രീമും ചോക്ലേറ്റും ഏറ്റവും ഇഷ്ടമാണ്. അച്ഛൻ ഇടയ്ക്ക് കഴിക്കും. അപ്പൊ കൂടുതൽ മേടിച്ചിരുന്ന ആരാ? അച്ഛൻ അമ്മയും. ആണല്ലേ? പക്ഷെ അച്ഛനാണ് ദുബായിൽ വരുമ്പോ നിറച്ച് ചോക്ലേറ്റ് ആവും. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമാവുന്നു. പകുതി മുക്കാൽ അമ്മയെ കഴിക്കണെന്ന് പറയാൻ പേടിയിൽ എന്നെ നോക്കുക. പയ്യെ നോക്കുന്നു, ഞാൻ പറയട്ടെ അല്ലേ? മോക്ക് ഏറ്റവും ഇപ്പൊ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലാതെ മോക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് സാധനങ്ങൾ മേടിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ അതല്ല? ഇടയ്ക്കൊക്കെ വരുള്ളൂ. ഇങ്ങനെ ജേർണൽ കിറ്റ് അങ്ങനത്തെ ചെറുതായിട്ട്, അല്ല കൂടുതലൊന്നുമില്ല. വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇല്ല അങ്ങനെ വലിയ ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ ബാഗ് അങ്ങനത്തെ സാധനങ്ങളോ ആവശ്യം അങ്ങനത്തെ വല്ല ടോയ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലേ അതൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണുമ്പോ അല്ലാതെ തന്നെ അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് 5 രൂപ അങ്ങനെ അങ്ങനെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഈ വെക്കേഷൻ ഉണ്ടല്ലോ 2 months, വെക്കേഷൻ ടൈം എങ്ങനെ ഈ പ്രോഗ്രാംസിൽ അടിച്ചു പൊളിക്കാനാണോ ഉദ്ദേശം, അതല്ലാതെ നിങ്ങൾ ട്രിപ്സ് പോകാനാണോ? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 13-ാം തീയതി പ്രോഗ്രാം കഴിഞ്ഞ 17-ാം തീയതി ദുബായിലാണ്.
അവിടെ ഇതിനാണ് പോകുന്നത്. പ്രോഗ്രാം 2 ദിവസമേ ഉള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ. അവർക്ക് ഇത് ഭയങ്കര യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഓൾമോസ്റ്റ് കൂടുതലും എനിക്ക് ചില മോൻ ഹോസ്റ്റലിൽ വന്ന സമയത്ത് ഞാൻ പോകാറില്ല. മോൻ ഏത് ക്ലാസ്? അവൻ +2. കോഴിക്കോടാണ് +2. അപ്പൊ ജെയും കൂടെ എഴുതുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുക. ഇവര് രണ്ടും കൂടെ എങ്ങനെയാ? അയ്യോ അടിന്ന് പറഞ്ഞാ പോരാ. അത് അവനല്ല കേട്ടോ, ഇവളാണ് വെറുതെ പോയിട്ട് ചൊറിയാൻ പോകും. അവൻ അങ്ങനെ ഒന്നുമില്ല, വെറുതെ കിടന്നിട്ട് ഇന്ന് ഏട്ടൻ പഠിച്ചു, ഏട്ടനെന്താ പഠിച്ചുകൂടെ, അതൊക്കെ ഏട്ടൻ അവനിങ്ങനെയൊക്കെ അവന് അടി. അങ്ങനെ ചകട ഉണ്ടല്ലേ? ആ ഉണ്ട്. കയ്യാങ്കളി ഇല്ല, ഇടയ്ക്ക് ഉണ്ടാവട്ടെ. ഇടയ്ക്ക് വെറുതെ പിടിച്ച് ഒറ്റ ഉന്തിരില്ലേ, എന്നെ വെറുതെ ഉന്തിരും, കാലും ഇങ്ങനെ തട്ടിയിട്ട് ഒറ്റ ഉന്തിരല്ലേ വരും. തിരിച്ചു കൊടുക്കും. അപ്പൊ അമ്മ അങ്ങോട്ട് വരും വെറുതെ. അപ്പൊ തിരിച്ചു ഒരു കാര്യം ചുമ്മാ അടിക്കും. അതല്ല, എന്നെ വീഴ്ത്തിയതല്ലേ. എന്നെ വീഴ്ത്തണമെങ്കിൽ എന്തെങ്കിലും പോയി ഇതായിട്ട് അല്ല, അങ്ങനെ കാര്യമൊന്നും ചെയ്യൊന്നുമില്ല. അമ്മ വെറുതെ സപ്പോർട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവല്ലേ? ചെറുതായിട്ടൊന്നും ഇങ്ങനെ അത് കുഴപ്പമില്ല, ചെറുതായിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ, പ്രശ്നമില്ലൊന്നുമില്ല. പക്ഷെ അപ്പൊ ചേട്ടനും ഭയങ്കര പ്രൗഡായിരിക്കുമല്ലോ, ചേട്ടന്റെ സ്കൂളിലും ടീച്ചേഴ്സും. ഏട്ടൻ പറയും അയ്യോ ഏട്ടൻ പറയും നീ ഫുള്ള് പട്ടിഷാണ്. ഞാനായിട്ട് മാറി തന്നോണ്ടാ നീ, അല്ലെങ്കിൽ നീ ഒന്നാവുമ്പോ അങ്ങനെ ചേട്ടൻ പറയും മാറിയതുകൊണ്ടാണ്. തിരിച്ചെന്ത് പറയും? എന്റെ ഏട്ടന്റെ സ്കൂളിൽ ഒട്ടും ഇഷ്ടല്ല. ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോ ഏട്ടന്റെ ഫ്രണ്ട്സ് പറയും നിനക്ക് വല്ല തേങ്ങ പറിക്കാൻ പോയിക്കോട്ടെ. റിയൽ ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ തിരിച്ച് നന്നായിട്ട് അങ്ങനെ അങ്ങോട്ടും പറഞ്ഞു തിരിച്ച് പോണതൊക്കെ ഫ്രണ്ട്സിനോട് പറയും. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് തമ്മിലുള്ള എന്തുകൊണ്ടാണ് വഴക്കിടുന്നതെന്നുള്ള അതിന്റെ ഒരു കാരണം. ഇനി എന്നാ വരുന്ന ചേട്ടൻ? ഇനി ഈ 29th ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ കൂടെ പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇല്ല, ഏട്ടനൊന്നും പറയില്ല, ഡീസന്റായി. അവൻ ഭയങ്കര ഡീസന്റ്, ഭയങ്കരമായിട്ട് ഇതിന്റെ ഉള്ളിൽ മാത്രമല്ല, ഞങ്ങള് 3 ആളുകൾ. അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞാൽ കാണാൻ കിട്ടിക്കോളും. ബാക്കി ഇന്റർവ്യൂവിന്റെ ഈ പാർട്ട് ചേട്ടൻ അയച്ചു കൊടുക്കും. ചേട്ടൻ താഴെ കമന്റ് ചെയ്യട്ടെ. പക്ഷേ ഏട്ടൻ കാണുന്നില്ല, നിന്റെ പട്ടി ശരിക്കും കാണാൻ വയ്യ പറയും. സ്വാഗടിച്ചു എന്റെ പൊന്നെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇതോടെ ആയിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ അഭിപ്രായം? ഓക്കെ.